പാതിവില തട്ടിപ്പ് കേസിൽ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരെ ക്രിമിനൽ കേസെടുത്തതിൽ വിമർശനവുമായി വിരമിച്ച ജഡ്ജിമാരുടെ സംഘടന കേസ് നിലനിൽക്കില്ലെന്നും പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടർ പരാതി വേണ്ടവിധം അന്വേഷിച്ചിട്ടില്ലെന്നും സംഘടന പ്രമേയം പാസാക്കി. അഡ്വക്കേറ്റ് ജനറലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സംഘടന പ്രമേയം അയച്ചുകൊടുത്തു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, നേരത്തെയും പോലീസിനെതിരെ ഇതേ കേസുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് രാമചന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നു. വേണ്ടത്ര പരിശോധന നടത്താതെയാണ് കേസെടുത്തതെന്നടക്കമുള്ള വിമർശനങ്ങളായിരുന്നു അന്ന് ഉന്നയിച്ചത്. ഇപ്പോൾ സംഘടന കൂടി സമാനമായ വിമർശനം ഉന്നയിക്കുന്നു. പോലീസിനെതിരെ രംഗത്ത് വരുന്നു. വിവരങ്ങൾ നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരെ കേസെടുത്തതിൽ ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നും വിരമിച്ച ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്നു. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിമാർ ഒരു പ്രമേയം തന്നെ ഇതിനായി പാസാക്കിയിട്ടുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തത് ശരിയായില്ല എന്നുള്ളതാണ് പ്രമേയത്തിൽ അവർ കുറ്റപ്പെടുത്തുന്നത്. CN രാമചന്ദ്രൻ നായർക്കെതിരെ കേസ് നിലനിൽക്കില്ല എന്നവർ പ്രമേയത്തിലൂടെ പറയുന്നു. പെരിന്തൽമണ്ണ SIയുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രമേയം അഡ്വക്കേറ്റ് ജനറലിനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും സുഹേൽ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. ശരി, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക.